ടി ജി, ഈ മുഖ്യമന്ത്രി ആരാണ് എന്നൊരു തർക്കം കോൺഗ്രസിൻ്റെ ഉള്ളിൽ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. മറ്റേ സതീശന് വേണ്ടിയുള്ളവർ സതീശന് വേണ്ടി, ചെന്നിത്തലയ്ക്ക് വേണ്ടിയുള്ളവർ ചെന്നിത്തലയ്ക്ക് വേണ്ടി. കെ സി വേണുഗോപാൽ ഒരു തന്ത്രമായിരുന്നു. വേണുഗോപാൽ പറയുന്നത് ഞാൻ ഈ സ്ഥാനത്തേക്കില്ല, പക്ഷെ അനുയായികളെ കൊണ്ട് അദ്ദേഹം ആകണം എന്ന് പറയിപ്പിച്ചും കൊണ്ടിരുന്നു. ഇനിയിപ്പോൾ സതീശനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? അദ്ദേഹം പറയുന്ന സീറ്റിലേക്ക് എത്തിയില്ലേ? അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ വിജയിച്ചു എന്ന് അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിയില്ലേ? ഈ ജയിച്ചു കഴിയുമ്പോൾ ആർക്കും അവകാശപ്പെടാം എൻ്റെ തന്ത്രമാണ് അതാണെന്ന്. സതീശന് വടക്കംപുറവരെയുള്ള ഭൂരിപക്ഷം എത്ര? ഇപ്പോൾ എഴുതി കാണിക്കുന്നത് 5312ആണ്. ദയനീയമായൊരു ഭൂരിപക്ഷമല്ല. വ്യക്തിപരമായിട്ട് സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു വലിയ പരാജയമായിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു ഡിമാൻഡ് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ്. 1964 ആർ ശങ്കർ മുഖ്യമന്ത്രിയായതിനു ശേഷം കോൺഗ്രസ്സിൽ ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. എത്ര വർഷമായി? കരുണാകരൻ മുഖ്യമന്ത്രിയായതിനു ശേഷം കോൺഗ്രസ്സിൽ നിന്ന് നായർ ഈഴവൻ കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഹിന്ദു മുഖ്യമന്ത്രിയില്ല. ഈ ഒരു ഫാക്ടർ ഇവർ കൺസിഡർ ചെയ്യണ്ടേ? അത് കോൺഗ്രസ് കൺസിഡർ ചെയ്യുന്നില്ല. ഇതാണ് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ മറ്റേ ജമാഅത്തെ ഇസ്ലാമി കളിക്കും, മുസ്ലിങ്ങൾ കളിക്കും എന്നൊക്കെയുള്ളൊരു ധാരണ വരാൻ കാര്യം. ഇവർ ഈ ഹിന്ദുവിനെ ഒരു ബ്ലോക്കായിട്ട് ഇവർ കാണുന്നില്ല. ഇവർ ഹിന്ദുവിനെ നായരെന്നും ഈഴവനെന്നും തിരിക്കുന്നു, എന്നിട്ട് നായരെയും ഈഴവനെയും ഉപേക്ഷിക്കുന്നു. ഇതാണ്. അതുകൊണ്ട് ആ ഫാക്ടറി ഞാൻ എടുത്തു മാറ്റുന്നു. ജാതി മതവും സംഗതിയൊക്കെ പോട്ടെ. ഇവരുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയാകാൻ പരമയോഗ്യൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒന്ന്, യാതൊരുവിധ അഴിമതി ആരോപണമോ സംഗതിയോ ഇന്ന് വരെ തിരുവഞ്ചൂരിനെ പറ്റി ഉണ്ടായിട്ടില്ല. ജനങ്ങളുമായിട്ട് ഇടപെടുന്നതിൽ എന്തെങ്കിലും കുറവ് വന്നു എന്നാരും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയത്തിനകത്ത് അവരുടെ പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും ഡെർട്ടി ഗെയിം, തിരുവഞ്ചൂർ ചരട് വലിച്ചു, ഇങ്ങനെ ഒരു സാധനമില്ല. ഉള്ളതിൽ പരമയോഗ്യൻ ഞാൻ നോക്കിയിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അത് കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു മനുഷ്യൻ. നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പ്രിൻസിപ്പിൾഡായ ഒരു മനുഷ്യൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ച് അത് അന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയോ അതോ ജില്ലാ കമ്മിറ്റിയോ PC മോഹനൻ മാസ്റ്റർ അവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റി. എന്നിട്ട് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വനം വകുപ്പ്, വനം, റവന്യൂ രണ്ടുപേരും അന്ന് വന്നപ്പോഴാണ് രാജമാണിക്യത്തിൻ്റെ റിപ്പോർട്ട് എടുത്തിട്ട് അത് നടപ്പിലാക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂച്ചുവിലക്ക് വീണു. കോടതിയിലുണ്ടായിരുന്ന സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നു സുശീല ഭട്ട് എന്ന വക്കീൽ. അവർ നാട് വിട്ടു അവർ പിണറായി വിജയൻ വന്നു കഴിഞ്ഞു. സുശീല ഭട്ടിനെ മാറ്റാൻ പറ്റില്ല എന്ന് തിരുവഞ്ചൂർ നിലപാടെടുത്തു. മന്ത്രിസഭാ തീരുമാനമായിട്ട് ഇറക്കി. ഉമ്മൻചാണ്ടിയെ കൺവിൻസ് ചെയ്തു. ഉമ്മൻചാണ്ടി പറഞ്ഞു അത് ചെയ്യാമെന്ന് പറഞ്ഞു. മന്ത്രിസഭാ തീരുമാനം നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വക്കീലിനെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് വയ്ക്കാനായിട്ട് മന്ത്രിസഭാ തീരുമാനം കൊണ്ടുവരുന്നത്. കാരണം മന്ത്രിസഭാ തീരുമാനം കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറി ഇത് ഓവർറൂൾ ചെയ്യും. തിരുവഞ്ചൂരിനെ അതറിയാം. തിരുവഞ്ചൂരിനെ അവിടെ നിന്ന് മാറ്റി. അപ്പോൾ പോലും മന്ത്രിസഭാ തീരുമാനം നിലനിൽക്കും. ഇതറിയാവുന്നതുകൊണ്ട് തിരുവഞ്ചൂർ മന്ത്രിസഭാ തീരുമാനം വഴി ആ സ്ത്രീയെ വക്കീലാക്കി വെച്ചു. അങ്ങനെ ഒന്നാന്തരമായിട്ട് കേസ് നടത്തി സിംഗിൾ ബെഞ്ചിൽ ജയിച്ചു. പിന്നെ മന്ത്രിസഭ മാറി. പിന്നെ അത് പോയി. ഇനി പിണറായി വിജയൻ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ സുശീല ഭട്ടിനെ മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങി. ഫസ്റ്റ് ഓർഡറാണ്. സുശീല ഭട്ട് ഹൈക്കോടതി അവരുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോൾ പേപ്പർ വെയിറ്റ് വെച്ച് ഓർഡർ ഇരിക്കുന്നു, യു ആർ റിമൂവ്ഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കേസ് അങ്ങ് തോറ്റു. പാലാ സബ് കോടതി മുതൽ തുടങ്ങാൻ പറഞ്ഞു. പാലാ സബ് കോടതിയിൽ സർക്കാർ തോറ്റു, അഥവാ തോറ്റു കൊടുത്തു. ഇങ്ങനെ
ഈ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ കലാപമില്ലാതെ നട്ടെല്ലോട് നിന്നവനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ തിരുവഞ്ചൂരിന്റെ പേര് പക്ഷെ ഒരു ഗ്രൂപ്പും അതെ, ആരും പറയുന്നില്ല. കാരണം യോഗ്യനാണ്. യോഗ്യന്റെ പേര് ആരും പറയില്ലല്ലോ. തിരുവഞ്ചൂരിനെ പറ്റി ഞാനും ആലോചിച്ചിരുന്നു, ഞാൻ എവിടെയോ പറയുകയും ചെയ്തിരുന്നു. പക്ഷെ വേറെ ആരും പറയുന്നില്ലല്ലോ, ആ ഗ്രൂപ്പുകളിലൊന്നുമില്ല തിരുവഞ്ചൂര്. അല്ലേ, കുറേ നാളുകളായിട്ട് നടക്കുന്ന തർക്കത്തിൽ ഏത് നായർ മുഖ്യമന്ത്രി എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ടെങ്കിലും അവിടെയും ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പേരില്ലായിരുന്നു. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നായർ പ്രതിനിധിയായിട്ട് അറിയപ്പെടുന്നില്ല. അങ്ങനെ ആ ജാതിയുടെ ആ മസിൽ ഫ്ലെക്സിങ് തിരുവഞ്ചൂരിനില്ല. അതുകൊണ്ട് അങ്ങനെ നായർ ഗ്രൂപ്പ് നായരാണെന്ന് പോലും പലർക്കും അറിയില്ല. അല്ല, ഈ ചർച്ചയിലൊന്നും പെടാത്ത ശശി തരൂരിന് എന്താ കുഴപ്പം? ശശി തരൂർ MLA അല്ല. അതല്ല, നല്ല വിശ്വപൗരൻ. അല്ല ഇപ്പോൾ അല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു നാച്ചുറൽ സെലക്ഷൻ ഉണ്ടല്ലോ, അത് വി ഡി സതീശൻ തന്നെയാണ്. കാരണം വി ഡി സതീശൻ അതിക്ക് മുമ്പ് അതിന് ആവശ്യമായിട്ടുള്ള വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയം ഞാൻ ഏറ്റു, വിജയം ഞാൻ ഏറ്റു എന്ന നിലയ്ക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികൾ പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്ററൊക്കെ ഇറക്കി. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണത്. ആ പോസ്റ്ററിൽ പറഞ്ഞത് എന്താണ്, നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യങ്ങൾ. അതിപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെയൊക്കെ തന്നെ റിസൾട്ടുകളൊക്കെ എത്തിച്ചേരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ശില്പി. അങ്ങനെ സ്വാഭാവികമായിട്ടൊരു നാച്ചുറൽ സെലക്ഷൻ എനിക്ക് ഇപ്പോൾ തോന്നുന്നു വി ഡി സതീശൻ അദ്ദേഹത്തിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ ചാർട്ടേഡ് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിരുന്നു. അതെ, അദ്ദേഹം ഒരു ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തെ ഈ BJP ആയിട്ട് ബന്ധമുള്ള ഒരു MLCയെ പോയി കണ്ടു. അയാൾ ഏർപ്പാട് ചെയ്ത് കൊടുത്താണ് ചാർട്ടേഡ് വിമാനം. അതിൽ മംഗലാപുരത്ത് പോയി, അങ്ങനെയാണ് മൂകാംബി പോയത്, എന്നിട്ട് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആ ഒരു ചാനലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് അങ്ങനെയൊന്നും ആണെന്ന് തോന്നുന്നില്ല. മംഗലാപുരത്ത് അന്ന് ചാർട്ടേഡ് പ്ലെയിൻ ഒന്നും വിമാനത്താവളത്തിൽ ഇറങ്ങിയതായിട്ടൊന്നും കാണുന്നില്ല വേറെ എവിടെയെങ്കിലും. ഇതൊരു വ്യവസായ ഗ്രൂപ്പ്. സാറേ, ഇതൊക്കെ ഇരിക്കട്ടെ. കോൺഗ്രസ് UDF ട്രഡീഷണലി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആര് പറഞ്ഞാലാണ് കേൾക്കുന്നത്? ഒന്ന് NSS സുകുമാരൻ നായർ പറയണം, 2 മുസ്ലിം ലീഗ് പറയണം. ഇപ്പോൾ സുകുമാരൻ നായരും മുസ്ലിം ലീഗും ചേർന്ന് വി ഡി സതീശൻ മതി എന്ന് തീരുമാനിച്ചാൽ ആയതാണ്. സുകുമാരൻ നായർ വി ഡി സതീശനെ പിന്തുണയ്ക്കാൻ യാതൊരു സാധ്യതയില്ല. ബോയ് ചെന്നിത്തലയാണ്. മുസ്ലിം ലീഗിന് ചെന്നിത്തലയോട് വിരോധവുമില്ല. മുസ്ലിം ലീഗ് വി ഡി സതീശനെ പിന്തുണച്ചു എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്കൊരു ബഹളം നടന്നു. വെറുതെയാണ്. ജനറലി സംസാരിക്കുമ്പോൾ പാണക്കാട് തങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, 110 ക്യാമറ മുമ്പിലുണ്ട്. അപ്പോൾ പുള്ളിയോട് ചോദിക്കുന്നു, അല്ലെ ഈ എക്സിറ്റ് പോളിൻ്റെ കൂടെ ആരാകും മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് അതിലെന്തോ 10 വോട്ട് കൂടുതൽ സതീശന് കിട്ടിയിരുന്നു. അപ്പോൾ ഇദ്ദേഹം സ്വാഭാവികമായിട്ട് പറഞ്ഞു, അത് ജനവികാരം അതാണല്ലോ, അതാണ് കാണിക്കുന്നത് പറഞ്ഞു. അല്ലാതെ വി ഡി സതീശനെ ആയിക്കോട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗമുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇവർ ചാനലുകാർക്ക് അന്ന് വിഷയമില്ല എന്നിട്ട് അതെടുത്തിട്ട് തീർപ്പിച്ചതാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗിന് അതിൽ യാതൊരു വിരോധവുമില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് നല്ല ബന്ധമുണ്ട് മുസ്ലിം ലീഗുമായിട്ട്. രമേശ് ചെന്നിത്തല ഇവരിവിടെ ഫ്ലക്സ് പൊക്കിയിട്ട് കാര്യമില്ല. ഇത് ചെയ്യേണ്ടത് ഡൽഹിയിലല്ലേ? ഡൽഹിയിലെ ഇംഗ്ലീഷ് പത്രത്തിൽ രമേശിന് അനുകൂലമായ വാർത്തയും പിന്നെ അഡ്വർട്ടോറിയൽ എന്നോ മറ്റോ പറഞ്ഞ സാധനമുണ്ട്, അത് രമേശ് വരുത്തി. കാരണം അവിടെയാണ് ഈ അമ്മച്ചി ഇത് വായിക്കേണ്ടത്. അല്ലാതെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരൻ ഫ്ലക്സ് പൊക്കി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാവുമല്ലോ. അവിടെ തീരുമാനം അവിടെയല്ലേ ഉണ്ടാകുന്നത്. സുകുമാരൻ നായരും മുസ്ലിം ലീഗും കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ തീരുമാനം വരുന്നത് ഡൽഹിയിലാണ്. അവിടെ പരസ്യം ചെയ്തത് രമേശ് ചെന്നിത്തലയാണ്. വി ഡി സതീശൻ ചെയ്തിട്ടില്ല. ആ ബുദ്ധി വി ഡി സതീശന് പോയില്ല. എവിടെയാണ് ആരാണിത് വായിക്കേണ്ടത് അവിടെ രമേശ് ചെന്നിത്തല. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിലൊരു വിയോജിപ്പുണ്ട്. ഇറ്റാലിയൻ ഭാഷയിൽ ഇറ്റലിയിലുള്ളൊരു പത്രത്തിൽ വി ഡി സതീശൻ ഇതുപോലൊരു ലേഖനം എഴുതിക്കണം. അങ്ങനെ ചെയ്താൽ അവർ പക്ഷേ ഇറ്റാലിയനൊന്നും വായിക്കാറില്ല. ഇപ്പോൾ വായിക്കാൻ അറിയില്ല, അവർക്ക് അറിയില്ല. ഇത് ലോബിയിങ് ആണല്ലോ.
ഇപ്പോൾ അല്ല, വാസ്തവത്തിൽ ഇപ്പോൾ തീരുമാനിക്കുന്നത് സോണിയാഗാന്ധി പോലുമല്ല, രാഹുൽ ഗാന്ധിയാണ് കാര്യം തീരുമാനിക്കുന്നത്. അതെ, അത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ അനുഭവത്തിൽ പറയുന്നുണ്ടല്ലോ അദ്ദേഹം. മറ്റേ സോണിയാഗാന്ധി എന്നെയാണ് നിശ്ചയിച്ചത്, രാഹുൽ ഗാന്ധി വെട്ടി എന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ആര് എന്നുള്ളതാണ് പ്രശ്നം. അത് ശരിയാണ്. അത് ഞാൻ അല്ല, കാണുന്നത് അങ്ങനെയാണ് കെ സി വേണുഗോപാലിന്റെ പേര് ഉയർന്നു വരുന്നത്. ടി ജി പരാമർശിച്ചില്ല. കെ സി വേണുഗോപാല് ഹൈക്കമാൻഡിന്റെ ഭാഗമല്ലേ കെ സി. അല്ല, ഞാനിതിനകത്ത് കാണുന്നത് ഇപ്പം ഇന്നലെ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ്, പിന്നെയും നമ്മുടെ പത്രങ്ങളെല്ലാവരും രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഒരു നാച്ചുറൽ സെലക്ഷൻ വി ഡി സതീശനാണ്. എൻ്റെ വേണമെന്നില്ല. കാരണം ഇവിടെ തിരുക്കൊച്ചിയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു ടി വി തോമസ്. 1957 തെരഞ്ഞെടുപ്പിൽ ന്യായമായും മുഖ്യമന്ത്രി ആകേണ്ടിരുന്നത് ടി വി തോമസാ. ശരിയാണ്. അങ്ങനെ വേണമെന്നില്ലല്ലോ. എൻ്റെ നാട്ടുകാരിയായ ഗൗരിയെ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ മോഹിതാണ്. 10 ദിവസം അന്ന് പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന പോലെ ഈ വെള്ളപ്പുക വരുന്ന പറഞ്ഞ് ഇപ്പോൾ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന ബഹളമായിരുന്നു 10 ദിവസം ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ. ഒടുവിലാണ് ഇ കെ നയനാർ, ഇയാൾ ആരാന്ന് പോലും എനിക്കറിയില്ല, നല്ലൊരു സംഘാടകനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇ കെ നയനാർ ആദ്യം മുഖ്യമന്ത്രിയാകുന്നത്. ഗൗരിയമ്മയുടെ നാട്ടുകാരനാണ് ഞാൻ, എന്ത് പ്രയോജനം? അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പിയേഴ്സൺ നിരാശനാവേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സതീശൻ്റെ കാര്യത്തിൽ. അതെ, എൻ്റെ ഫൈനൽ നിരീക്ഷണം ഇതാണ്. ആകേണ്ടയാൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്, പക്ഷെ ആകാൻ പോകുന്ന ആൾ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ആകാനുള്ള സാധ്യത ഞാനും തള്ളിക്കളയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഘട്ടം വരുമ്പോൾ ഈ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ അവകാശവാദം ചിലപ്പോൾ പിൻവലിക്കും. ചെന്നിത്തല ആയിക്കോട്ടെ, സതീശനാകരുത് എന്നല്ലേ കെ സിക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കഴിഞ്ഞതോടെ പ്രതിപക്ഷ നേതാവ് ആകേണ്ടിയിരുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു. അതെ, അതിന് പകരം സതീശനെ പ്രതിപക്ഷ നേതാവ് ആക്കുന്നത് വേണുഗോപാലാണ്. നമുക്ക് പറയാൻ പറ്റില്ല ഇവരെന്തൊക്കെ ചെയ്യണം. അല്ല, ആ ഗൂഢാലോചന വല്ലാത്ത ക്രൂരമായ ഒരു ഗൂഢാലോചന. കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അങ്ങേര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അതെ, നിങ്ങൾ ആ പാവ എം ലിജുവിനെ കൊലയ്ക്ക് കൊടുക്കും. എനിക്കറിയാം നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ആ പാവ എത്ര കാലമായി ഈ തെരഞ്ഞെടുപ്പിലാണൊന്ന് ജയിച്ചത്. അവസാനം വന്നു കഴിയുമ്പോൾ ഈ ആലപ്പുഴ കായംകുളം അവിടെയാണല്ലോ കെ സി വേണുഗോപാലിനെ നിങ്ങൾ എഴുതി നിൽക്കാൻ പോകുന്നത്. എം ലിജുവിനെ കുറിച്ച് അവനോട് രാജിവെക്കാൻ പറയും. നമുക്ക് വേറൊരു എന്നിട്ട് അവിടെ ഇയാൾ കയറി ഈ മഹാഭാവത്തിന് ഞാൻ കൂട്ടു നിൽക്കും. പയ്യന്നൂരിലെ സ്ഥലം കെ സി വേണുഗോപാലിന്റെ. കെ സി വേണുഗോപാലാണെങ്കിൽ പയ്യന്നൂര് മത്സരിക്കാം. പയ്യന്നൂർ ഇപ്പൊ പോയി തോറ്റാൽ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് കോൺഗ്രസ്സുകാരന് ഉറപ്പായിട്ട് ജയിക്കണമെങ്കിൽ കൊച്ചി മുതൽ തെക്കോട്ട് നോക്കണം, വടക്കോട്ട് റിസ്ക്കാണ് ഈ അവസ്ഥയിൽ പോലും. അല്ല, നേരത്തെ ഇപ്പൊ തരംഗം എന്നൊക്കെ പറയാം 6 മാസം മന്ത്രിയായിട്ട് അവസാനം കൊണ്ടുപോയി അവിടെ കൊണ്ട് തോൽപ്പിച്ചു. മൊയ്തീൻ ഇപ്പോഴും വിജയിക്കുകയാണ്. അപ്പൊ രമേശ് ചെന്നിത്തല ആകുമെന്ന് പിയേഴ്സണ് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ സെലക്ഷൻ എന്ന നിലയ്ക്ക് വി ഡി സതീശൻ, പിന്നെ ഇതിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻസ് ഒക്കെ പരിശോധിച്ച് നല്ല വകുപ്പ് കൊടുത്താൽ പോരെ? അദ്ദേഹത്തിന് മന്ത്രിയായി പരിചയമൊക്കെ ഉണ്ടായി വരണ്ടേ? അത് അവർ തീരുമാനിക്കട്ടെ, കോൺഗ്രസ് തീരുമാനിക്കട്ടെ. അപ്പോൾ സതീശനാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്നാണ് നമ്മളിപ്പോൾ അവസാനം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. അല്ല, രമേശ് ചെന്നിത്തല ഉണ്ട്, ഒപ്പം ഉണ്ട്, ഒരു നിഴൽ പോലെ.